ചില ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ മീൻസ് എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ PLC. ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അർജുൻ. നമ്മളിന്ന് വന്നിട്ടുള്ളത് PSC എക്സാം വന്നു, ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ PSC എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മൾ കുട്ടികളെല്ലാം പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം അടുത്ത വർഷം ആദ്യമായിട്ട് തന്നെ ഈ PSC എക്സാം വരാനുള്ള സാധ്യതകളുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതിനുവേണ്ടി പ്രിപ്പറേഷൻ ഇപ്പം തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ്, ഒരുപാട് സാധ്യതകളുള്ള പരീക്ഷ കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ പരീക്ഷയെ നേരിടാനായിട്ട് നമുക്ക് എന്ത് വേണം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ മൊഡ്യൂൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഇനീഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കോർ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്? മാർക്കറ്റിങ്ങിൻ്റെ കോർ കൺസെപ്റ്റ് ഏത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമുക്കറിയാം ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: സെല്ലിംഗ്, എക്സ്ചേഞ്ച്, അഡ്വർടൈസിങ്, പ്രൊമോഷൻ. ഇതിൽ ഏതാണ് അതിൻ്റെ മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുന്നു, മറ്റൊരു സാധനം ഇങ്ങോട്ട് വാങ്ങുന്നു, സെല്ലിംഗ് നടക്കുന്നു, എല്ലാം നടക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങൽ വിൽക്കൽ മാത്രമാണെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നടക്കുന്നുണ്ട്, എക്സ്ചേഞ്ച് ഓഫ് പ്രൈസ് നടക്കുന്നുണ്ട്, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ നടക്കുന്നുണ്ട്, എക്സ്ചേഞ്ച് ഓഫ് സർവീസസ് നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അവിടുത്തെ കോറായിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം നടക്കുന്നുണ്ട്, സെല്ലിങ്ങും അഡ്വർടൈസിങ്ങും പ്രൊമോഷനും ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കോറായിട്ടുള്ള കൺസെപ്റ്റ് എക്സ്ചേഞ്ച് ആണ്. സോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നോക്കാം രണ്ടാമത്തെ ചോദ്യം, ദ 4 P's ഓഫ് മാർക്കറ്റിംഗ് ആർ? മാർക്കറ്റിങ്ങിൻ്റെ 4 P's വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിംഗ് മിക്സ് എന്നറിയപ്പെടുന്ന 4 P's ഏതൊക്കെയാണ്? 4 P's നമുക്ക് അറിയാം. ഇതാണോ? വായിച്ചു നോക്കാം. പ്രൊഡക്റ്റ്, പ്രൊമോഷൻ, പ്രൈസ്, പീപ്പിൾ ആണോ? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ആണോ? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പാക്കേജിംഗ് ആണോ? പ്രൊഡക്റ്റ്, പൊസിഷനിങ്, പ്രൈസ് ആണോ? ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ അല്ലേ? ഈ 4 ഘടകങ്ങൾ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പാക്കേജിങ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഒരു പ്രൊഡക്റ്റിനെ എന്ത് പ്രൈസ് ഫിക്സ് ചെയ്യണം? അത് കൂടി പോകാൻ പാടില്ല, അപ്പോൾ സെയിൽസ് കുറയും. കുറഞ്ഞു പോകാൻ പാടില്ല, അപ്പോൾ പ്രോഫിറ്റ് കുറയും. എന്തായിരിക്കണം? ആപ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം. അതുപോലെ പ്ലേസ്, ഈ പ്രൊഡക്റ്റ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണം. നമ്മുടെ ബയറിൻ്റെ അടുത്തേക്ക്, സെല്ലറിൽ നിന്നും ബയറിൻ്റെ അടുത്തേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ഹോൾസെയിലേഴ്സ് ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള പ്ലേസിൻ്റെ ഫാക്ടേഴ്സ്. അത് കഴിഞ്ഞാൽ പ്രൊമോഷൻ. ഈ പ്രൊമോഷനിൽ എന്താ വരുന്നത്? നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുക. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? അഡ്വർടൈസിങ്ങിൽ തന്നെ പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. അങ്ങനെ പ്രൊമോഷൻ്റെ ഫാക്ടേഴ്സ്. ഇതിൻ്റെ 4 കാര്യങ്ങളെ ഈക്വലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനോ നമ്മുടെ കമ്പനിക്കോ ആപ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ 4 P's എന്നറിയപ്പെടുന്ന ഈ ഘടകങ്ങളെ കൊണ്ട് ചെയ്യുന്നത്. ഇത് ഓരോ കമ്പനിക്കും വ്യത്യസ്തമായിരിക്കും. അവരുടെ പ്രൊഡക്റ്റിനെ, അവരുടെ സിറ്റുവേഷനെ, അവരുടെ ഫിനാൻഷ്യൽ എബിലിറ്റീനെ, അവരുടെ മാർക്കറ്റിനെ, അവരുടെ കസ്റ്റമേഴ്സിനെ എല്ലാം അനുസരിച്ച് ഇതിലുള്ള ഈ 4 ഘടകങ്ങളെ നമ്മൾ ഡിഫറൻ്റ് ആയ രീതിയിൽ ഉപയോഗിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് മിക്സ്. അപ്പോൾ നോക്കാം അടുത്ത ചോദ്യം, മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ മീൻസ് എന്താണ്? മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കാം, ഡിവൈഡിങ് ദ മാർക്കറ്റ് ഇൻറ്റു സ്മോളർ ഗ്രൂപ്പ്, ഇൻക്രീസിങ് പ്രൊഡക്റ്റ് പ്രൈസ്, റെഡ്യൂസിങ് കോമ്പറ്റീഷൻ, ഇംപ്രൂവിങ് ബ്രാൻഡ് ഇമേജ്. നമുക്കറിയാം വളരെ ഈസിയാണ്. എന്താ ഡിവൈഡിങ് ദ മാർക്കറ്റ് ഇൻറ്റു സ്മോളർ ഗ്രൂപ്പ്? എന്തിനു വേണ്ടിയിട്ടാണ് മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യുന്നത്? മാർക്കറ്റിനെ ചെറിയ ചെറിയ വിഭാഗങ്ങളായിട്ട് മാറ്റുക. ആ മാർക്കറ്റിലെ പ്രത്യേകതകൾ അനുസരിച്ച്, ഇപ്പോൾ പ്രായത്തിനനുസരിച്ച്, ജെൻഡറിനനുസരിച്ച്, ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അങ്ങനെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചുകൊണ്ട് മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ മാർക്കറ്ററിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം കൂടുതലായിട്ട് ഓരോ സെഗ്മെന്റിനനുസരിച്ച് ഉള്ള മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ ഓരോ സെഗ്മെന്റിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് പ്ലാൻ തയ്യാറാക്കാനായിട്ട്
സഹായിക്കുകയും എഫക്റ്റീവായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ ഗുഡ്സ് എത്തിക്കാനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരാനും അതുവഴി സെയിൽസ് കൂട്ടാനും കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള മാർക്കറ്റ് സെഗ്മെന്റേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നോക്കാം അടുത്ത ചോദ്യം. ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ യൂണീക്ക് ഇമേജ് ഇൻ ദ കസ്റ്റമേഴ്സ് മൈൻഡ് ഇസ് കോൾഡ്. ഒരു കസ്റ്റമറിൻ്റെ മൈൻഡിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? പൊസിഷനിങ് എന്നുള്ളത്. ബ്രാൻഡ് പൊസിഷനിങ് എന്നാണ് അത് പറയുക. നമ്മുടെ ബ്രാൻഡിനെ കസ്റ്റമറിൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുക. ആ ഒരു യുണീക്ക് ആയിട്ടുള്ള പൊസിഷനിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിനെയാണ് പൊസിഷനിങ്, ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വിച്ച് കൺസെപ്റ്റ് ഫോക്കസ് ഓൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോങ് ടേം റിലേഷൻഷിപ്പ്. ഇതിൽ താഴെ പറയുന്ന ഏത് കൺസെപ്റ്റാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ അത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ലോങ് ടേം കസ്റ്റമറുമായിട്ടുള്ള ലോങ് ടേം റിലേഷൻഷിപ്പിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ എന്താണ്? പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് ആ കൺസെപ്റ്റ്. പ്രൊഡക്റ്റ് കൺസെപ്റ്റിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു, അതുവഴി സെയിൽസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സെല്ലിംഗ് കൺസെപ്റ്റിൽ സെല്ലിംഗ് പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. നേരെ മറിച്ച് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എത്തിയപ്പോൾ ആണ് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷന് ഇമ്പോർട്ടൻസ് വന്നത്. സോ കസ്റ്റമർ പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതുവഴി കസ്റ്റമറിനെ ലോയലാക്കുക, കസ്റ്റമറെ കൂടുതൽ കാലം നമ്മുടെ കസ്റ്റമറായി തന്നെ നിലനിർത്തുക. അങ്ങനെയുള്ള കൺസെപ്റ്റ് വന്നത് മാർക്കറ്റിംഗ് കൺസെപ്റ്റിലാണ്. അതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. വിച്ച് പ്രൈസിങ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് സെറ്റിംഗ് എ വെരി ഹൈ പ്രൈസിങ് ഇനീഷ്യലി. ഇത് പ്രൈസിങ് സ്ട്രാറ്റജിയെ പറ്റിയാണ് പറയുന്നത്. മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പ്രൈസിങ് സ്ട്രാറ്റജീസ്. അതിൽ പലതരത്തിൽ പ്രൈസിങ് ഫിക്സ് ചെയ്യാം. ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ് സ്കിമ്മിങ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? പ്രൈസിങ് സ്ട്രാറ്റജി തന്നെയാണ്. ഇവിടെ നോക്കുക, പെനട്രേഷൻ പ്രൈസിങ് ഉണ്ട്. ഇതെന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ പ്രൈസിൽ വളരെ കുറച്ച് വെക്കുന്നു, എന്നിട്ട് ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരുന്ന രീതിയാണ് എന്ത്? പെനട്രേഷൻ പ്രൈസിങ്. അപ്പോൾ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുമ്പോൾ ഇപ്പോൾ ജിയോ ഒക്കെ ചെയ്തത് എന്താണ്? പെനട്രേഷൻ. അവർ വന്ന വഴിക്ക് തന്നെ ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുത്തു. അപ്പോൾ ആളുകൾ എല്ലാവരും ജിയോ കണക്ഷൻ എടുത്തു, എന്നിട്ട് പതുക്കെ അവർ പൈസ കൂട്ടി കൊണ്ടുവന്നു. അതാണ് പെനട്രേഷൻ പ്രൈസിങ്. സ്കിമ്മിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാനാണ്. ഇനീഷ്യലി ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാവുക? ആളുകളുടെ മൈൻഡിൽ തോന്നി ഇതൊരു ലക്ഷറി പ്രൊഡക്റ്റാണ്, ഇതൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊടുത്തുകൊണ്ട് പിന്നീട് ഗ്രാജുവലി പ്രൈസ് കുറച്ച് കൊണ്ടുവരുന്ന രീതിയാണ് ഏത്? സ്കിമ്മിങ് പ്രൈസ്. സൈക്കോളജിക്കൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസിങ് കണ്ടിട്ടോ, 100 രൂപ എന്ന് പറയുന്നതിന് പകരം 99 രൂപ എന്ന് പറയും അല്ലേ? 1 രൂപയുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ സൈക്കോളജിക്കലി അത് വളരെ ഇമ്പാക്റ്റ് കൊടുക്കും. അതിനെയാണ് സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറയുന്നത്. പിന്നെ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ആണ്. നമ്മുടെ വന്നിട്ടുള്ള ചെലവ് പ്ലസ് നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്തിട്ടുള്ള പ്രൈസിങ് ആണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. സോ ഇവിടുത്തെ ഈ കേസിൽ ഏതാ പറയുന്നത്? വെരി ഹൈ പ്രൈസ് ഇനീഷ്യലി ഫിക്സ് ചെയ്യുന്ന ഏതാണ്? അത് സ്കിമ്മിങ് പ്രൈസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നോക്കാം അടുത്ത ചോദ്യം. പ്ലേസ് ഇൻ മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു. മാർക്കറ്റിംഗിലെ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്ലേസിൽ ആരൊക്കെയാണ് പറഞ്ഞത്? ഹോൾസെയിലർ, റീറ്റെയിലർ, അതുപോലെ തന്നെ സെയിൽസ്മാൻ, അങ്ങനെയുള്ള ആൾക്കാർ. അത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഇവർ അറിയപ്പെടുക. ബയ്യറിൽ നിന്നും സെല്ലറിലേക്ക് ഓരോ ഘട്ടമായി ആളുകളിൽ നിന്ന് കൈമാറി പ്രൊഡക്റ്റ് എത്തുന്നു. ആ ശൃംഖല ഇവിടെ ഉണ്ടാവുക ബയ്യറാണ്, ഇവിടെ ഉണ്ടാവുക സെല്ലറാണ്. ഈ ബയ്യറിൽ നിന്ന് സെല്ലർക്ക് എത്തിക്കാനായിട്ട് ഈ ഇടയിലുള്ള ആളുകളുണ്ട്. അവരെ പറയുന്ന പേരാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അതാണ് പ്ലേസ് എന്നുള്ള ഫാക്ടർ കൊണ്ട് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി നോക്കാം. എ ബ്രാൻഡ് നെയിം, ടേം, സൈൻ ഓർ സിമ്പിൾ ഈസ് നോൺ ആസ്. ഒരു ബ്രാൻഡിൻ്റെ നെയിം അല്ലെങ്കിൽ ടേം, സൈന്, സിമ്പിൾ, ഇതൊക്കെ എന്താണ്? ഇതിനെ നമ്മൾ എന്താണ് അറിയുക? ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതിനെ വിളിക്കുന്ന പേരാണ് ട്രേഡ് മാർക്ക്. ഇപ്പോൾ ആപ്പിളിൻ്റെ ചിഹ്നം അത് ട്രേഡ് മാർക്കാണ്. അഡിഡാസിൻ്റെ ചിഹ്നം അത് ട്രേഡ് മാർക്കാണ്. അങ്ങനെ ഒരു പേര് കൊണ്ടോ ഒരു ടേം കൊണ്ടോ ഒരു സൈൻ കൊണ്ടോ ഒരു സിമ്പിൾ കൊണ്ടോ ഒരു ബ്രാൻഡിനെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊമോഷണൽ ടൂൾ. താഴെ പറയുന്നത് ഒരു പ്രൊമോഷണൽ ടൂൾ അല്ലാത്ത എന്നുള്ളതാണ്. അഡ്വർടൈസ്മെന്റ്, പേഴ്സണൽ സെല്ലിംഗ്, മാർക്കറ്റിംഗ് റിസർച്ച്, സെയിൽസ് പ്രൊമോഷൻ. നോക്കി, ഇതിൽ മാർക്കറ്റിംഗ് റിസർച്ച് മാത്രം എന്തല്ല? സെയിൽസ് ടൂൾ അല്ല.
ബാക്കിയുള്ള എല്ലാം എന്താണ്? പ്രൊമോഷണൽ ടൂളാണ്. അഡ്വർടൈസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രൊമോഷനാണ്, പേഴ്സണൽ സെല്ലിംഗ് പ്രൊമോഷൻ്റെ ഭാഗമാണ്, സെയിൽസ് പ്രൊമോഷനും പ്രൊമോഷൻ്റെ ഭാഗമാണ്. മാർക്കറ്റ് റിസർച്ച് ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നുള്ള പഠനം മാത്രമാണ്, അത് പ്രൊമോഷനുമായിട്ട് യാതൊരു ബന്ധമില്ല. സോ ഓപ്ഷൻ സി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, PLC നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളാണ് എന്താണ്? ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ജീവിതം, ഒരു ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ, അതിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? അത് ഇൻട്രൊഡക്ഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇൻട്രൊഡക്ഷൻ ഇവിടെ വരും, അത് കഴിഞ്ഞാൽ ഗ്രോത്ത് വരും, മെച്യൂരിറ്റി, ഡിക്ലൈൻ. ഓക്കെ, ഇനി നോക്കാം അടുത്ത ചോദ്യം 11. ഡിമാൻഡ് ആൻഡ് ചേഞ്ചസ് ആസ് ഇൻകം ചേഞ്ചസ്. ഡിമാൻഡ് ദാറ്റ് ചേഞ്ചസ് ആസ് ഇൻകം ചേഞ്ചസ് ഈസ്. ഇപ്പോൾ ഇൻകം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് തരത്തിലുള്ള ഡിമാൻഡ് എന്നാണ് പറയുക? ആ പേരിൽ തന്നെ മനസ്സിലാവും എന്താണ് അത്? ഇൻകം ഡിമാൻഡ് എന്നാണ് പറയുക. അതായത് ഇൻകം മാറുന്നതിനനുസരിച്ച് ഡിമാൻഡ് മാറുന്നു. അപ്പോൾ അതെന്ത് ഡിമാൻഡ് ആയിരിക്കും? ഇൻകം ഡിമാൻഡാണ്. ഓപ്ഷൻ സി. ഇനി CRM. എന്താണ് CRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൺസ്യൂമർ റവന്യൂ മാനേജ്മെൻ്റ് ആണോ, കൺസ്യൂമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആണോ, കോർപ്പറേറ്റ് റിസോഴ്സ് മാനേജ്മെൻ്റ് ആണോ, കസ്റ്റമർ റിസർച്ച് മെത്തേഡ് ആണോ? ഇതിൽ എന്താണ് CRM? ഇത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആണ്. ഇത് വളരെ പുതിയൊരു കൺസെപ്റ്റാണ്. ബിസിനസ്സിന് അവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട്, അവരുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനായിട്ട്, അവരുടെ മാർക്കറ്റ് ഗെയിൻ ചെയ്യാനായിട്ട്, കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട്, കസ്റ്റമേഴ്സിനെ നിലനിർത്തിക്കൊണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തിക്കൊണ്ട് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണ്. അതാണ് CRM എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കറിയാം PSC പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് BCom പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് വരെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് നമ്മുടെ ജൂനിയർ അക്കൗണ്ടൻറ്റ് ക്ലർക്ക് എന്നുള്ള പരീക്ഷ വന്നിട്ടുള്ളത്. സോ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി CCയുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ഓൾറെഡി രജിസ്റ്റേർഡ് ചെയ്തിട്ട് അവർ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു മാർച്ചോടുകൂടി അല്ലെങ്കിൽ ഏപ്രിലോടുകൂടി പരീക്ഷ നടക്കുന്നുള്ളത്. സോ നമുക്ക് ഓൾറെഡി സിലബസുകൾ ഇതേ പരീക്ഷ മുന്നേ നടന്നിട്ടുള്ള സിലബസുകൾ തന്നെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത്. അത് വെച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി ടൈം ടേബിൾസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടതെന്ന് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിൾ പ്രകാരം കുട്ടികൾ ഓൾറെഡി പഠിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. നമ്മുടെ ബാച്ച് 2.0 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ബാച്ച് അല്ലാതെ ഇനി പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് ഓൾറെഡി ഫില്ലായി. പുതിയ ബാച്ചിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, PDF നോട്ട്സ് ഉണ്ടായിരിക്കും, മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും, പേഴ്സണലായിട്ടുള്ള നിങ്ങൾക്ക് മെൻറ്ററായിട്ട് ഉള്ള ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ഓൾറെഡി നമുക്ക് ഈ വീഡിയോയുടെ താഴെ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും പരീക്ഷയുമായി ബന്ധപ്പെട്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ചോദിക്കാം, ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, HSST, അങ്ങനെ ഹൈ ലെവൽ എക്സാംസ് എല്ലാം PSCയുടെ കഴിഞ്ഞ നിങ്ങൾ നമ്മുടെ ചാനൽ തന്നെ നോക്കിയാൽ കാണാം. HSSTയുടെ റിസൾട്ടൊക്കെ CCയിൽ വളരെയധികം കൂടുതലാണ്. സോ അങ്ങനെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമ്മൾ ഓരോ ക്ലാസ് നയിക്കുന്നത്. ഓരോ മൊഡ്യൂളിലും നമ്മൾ എക്സ്പേർട്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് വെച്ചിട്ടുള്ളത്. സോ നമ്മുടെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, നമ്മൾക്ക് BCom ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങൾ പരീക്ഷ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. ഒട്ടും സമയം വൈകിപ്പിക്കേണ്ട, സമയം വളരെ കുറവാണ്. സോ നിങ്ങളുടെ കോഴ്സുകളെ പറ്റി അറിയാനായിട്ട് മുകളിൽ കാണുന്ന നമ്പർ ഏതാണ്? 8921440580 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോഴ്സുകളെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും വൈകണ്ട, ഒരു സുവർണാവസരമാണ്. BCom പാസ്സായ കുട്ടികൾക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടാവുന്ന ഏറ്റവും നല്ല സുവർണ അവസരമാണ്. വേറെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല. നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കുട്ടികൾ മാത്രം എഴുതുന്ന എക്സാമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ അവസരം പാഴാക്കാതെ നമുക്ക് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം, നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള കണ്ടന്റിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.